കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാര ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ അവൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി പരാമർശിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണെന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. അതിൻ്റെ 4-ാം വാക്യം മുതൽ ന്യായപ്രമാണങ്ങളെ ഇസ്രായേൽ ആരാണ്, അല്ലെങ്കിൽ യഹൂദാജനം ആരാണ് എന്ന് പറയപ്പെടുന്ന ഇച്ചിരി കാര്യങ്ങൾ അവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവർ ഇസ്രായേലിൽ പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, ഈ വാഗ്ദത്തങ്ങൾ എല്ലാം ആർക്കുള്ളതാണ്? യഹൂദന്മാർക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ സ്തോത്രം ഇസ്രായേലിയർക്കുള്ളതാണ്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവം. അപ്പം യേശു കർത്താവിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ളതിൻ്റെ ചിന്തയും കൂടെയാണ് ഈ വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത് വാക്യത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നൊരു പ്രയോഗം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. അവൻ സർവത്തിനും മീതെ ദൈവമാണ്. അവനെ പോലെ ഒരു ദൈവം വേറെ ഇല്ല കേട്ടോ. സ്തോത്രം. അവന് പകരം വയ്ക്കാൻ ഒരാൾ ഇല്ല. സ്തോത്രം. ശ്വസിപ്പാൻ ഓക്സിജൻ തന്നെ വേണമെന്നല്ലേ സ്തോത്രം അതിൻ്റെ ആഴം. വേറെ ഒന്നും പറ്റത്തില്ലല്ലോ. ശ്വാസത്തിന് നിശ്ചയമായിട്ടും ആവശ്യം ഓക്സിജനാണ് എന്നതുപോലെ രക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരേ ഒരു നാമം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു എന്ന നാമമേ ഉള്ളൂ. നിത്യജീവനിലേക്കുള്ള രക്ഷയ്ക്ക് കാരണമായ സ്തോത്രം, ദൈവ രാജ്യത്തിന് കാരണമായ, ദൈവിക പ്രത്യാശയ്ക്ക് കാരണമായ, എൻ്റെയും നിങ്ങളുടെയും നിത്യതയ്ക്ക് കാരണം ഒരേ ഒരു നാമമാണ്. അത് യേശു ക്രിസ്തു എന്ന ഏക നാമം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ സ്തോത്രം ഹല്ലേലൂയ യേശു അല്ലാതെ വേറൊരു നാമം ഇല്ലവേ ഇല്ല. സ്തോത്രം. അപ്പോൾ യേശുവിനെ പകരം വയ്ക്കാൻ വേറൊരു നാമം ഇവിടെ രക്ഷയ്ക്കില്ല. ഇവിടെ മനുഷ്യനിർമ്മിതമായ പലതും, മനുഷ്യ ദൈവങ്ങളായി പലതും ഉണ്ടെങ്കിൽ പോലും, പലരും ദൈവമായിട്ട് പലരെ സങ്കല്പിക്കുന്നു എങ്കിൽ പോലും ആ രക്ഷയ്ക്ക് കാരണക്കാരൻ ഒരാളേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശു മാത്രം ദൈവമെന്ന് പറയാൻ കാരണം? മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി കുലമരത്തിൽ സ്തോത്ര യാഗമായി തീർന്ന, ഇല്ലെങ്കിൽ മരണത്തിന് വിധേയനായ, കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന ഒരേ ഒരു നാമം അത് യേശു കർത്താവെന്ന നാമം മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ സർവത്തിനും മീതെ ദൈവം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, നമ്മുടെ ചെറിയ വിഷയങ്ങൾക്കകത്ത് അവൻ ഇടപെടാതിരിക്കുന്നവനല്ല. അവൻ നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്ന ദൈവമാണ്. നമ്മുടെ ചെറിയ കടഭാരങ്ങൾ, രോഗങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പറയും, കർത്താവ് ഇത് അവിടത്തേക്ക് സാധ്യമാണ്. നിശ്ചയമായിട്ടും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, അവൻ സർവത്തിനും മീതെ ദൈവമായതുകൊണ്ട് അവൻ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും മുകളിലാണ്. അവൻ്റെ നാമം എന്ന് പറയുന്നത് സ്തോത്രം. നമ്മുടെ വിഷയങ്ങൾ പരിഹാരം നടത്തുവാൻ കഴിയാത്തവൻ ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുക. നമ്മൾ കരഞ്ഞാൽ വിളിപ്പുറത്ത് വരുന്ന, നിലവിളിച്ചാൽ നിലവിളി ശബ്ദം കേൾക്കുന്ന, ചോദിച്ചാൽ മറുപടി നൽകുന്ന, സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ അടുത്ത് വന്ന അമ്മയെ പോലെ അപ്പനെ പോലെ ആശ്വസിപ്പിക്കുന്ന ഒരേ ഒരു നാമം അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും മീതെയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ആകുലരായി തീരേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ശക്തനായ ദൈവമായി കൂടെ ഇരിപ്പാൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.